കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സുധീഷും ഹരീഷും കൂടെ ഒരു സ്വാമിയുടെ അടുത്തോട്ടേക്ക് ചെന്നിരിക്കുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരുപാട് ആളുകളുണ്ടാകും. അങ്ങനെ അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്, എന്താണ് ഇത്രയും സമയം എടുക്കുന്നത് എന്ന് പറയണം. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, അവർക്കെല്ലാവർക്കും സ്വാമിയോട് സംസാരിക്കണ്ടേ, അതുകൊണ്ടായിരിക്കും എന്ന് പറയണേ. അങ്ങനെ അവരുടെ നമ്പർ വിളിക്കുന്ന സമയത്ത് അവർക്കത് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, എടാ ഹരീഷ്, നമ്മളുടെ നമ്പറല്ലടാ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷും ഹരീഷും സ്വാമിയുടെ അടുത്തോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചെന്നതിന് ശേഷം സ്വാമിയോട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഞങ്ങളുടെ ഏട്ടനാണ്, ഏട്ടനക്ക് വേണ്ടിയിട്ടൊരു ജാതകം എഴുതാനും വേണ്ടിയിട്ടാണ് സ്വാമിയുടെ അടുത്തോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയണം. ആ സമയത്ത് സ്വാമി പറയുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ഏട്ടനക്ക് ജാതകം ഇല്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇല്ല, ജാതകം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്തോട്ടേക്ക് വന്നത്. ഒരു നല്ലൊരു ജാതകം ഞങ്ങൾക്ക് എഴുതി തന്നാൽ മതി. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങളുടെ ഏട്ടൻ്റെ ജനിച്ച വർഷം അതുപോലെ ജനിച്ച സമയം ഇതെല്ലാം പറഞ്ഞു തന്നാൽ ഞാൻ എഴുതി തരാം എന്ന് പറയാണ്. ആ സമയത്ത് സുധീഷും ഹരീഷും പറയുന്നുണ്ട്, ഏട്ടന് ഏത് വർഷം ആണെന്ന് നമുക്കറിയുള്ളൂ, ഏതാ സമയം എന്ന് നമുക്കറിയത്തില്ലല്ലോ. ആ കാര്യം സ്വാമിയോട് പറയുന്നുണ്ട്. അപ്പോൾ സ്വാമി പറയുന്നുണ്ട്, അതൊന്നും അറിയാതെ എങ്ങനെയാണ് ഞാൻ ഇത് എഴുതുന്നത് എന്ന് പറയാണ്. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, സ്വാമിക്ക് അറിയുന്നത് എഴുതിയാൽ മതി, അങ്ങനെ ഇന്നത് എഴുതണം എന്നൊന്നുമില്ല. നല്ല ആഗസ്റ്റ് 23-നാണ് സുഭാഷ് ഏട്ടൻ ജനിച്ചത്. ആ വർഷത്തിൽ നല്ല ആ വർഷത്തിൽ ആ ദിവസത്തെ ഏറ്റവും നല്ല സമയം എഴുതിയാൽ മതിയെന്ന് പറയണേ. ആ സമയത്ത് നമ്മളുടെ സ്വാമി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും എഴുതാൻ പറ്റത്തില്ല, അതൊന്നും എനിക്ക് എഴുതാൻ പറ്റത്തില്ലെന്ന് പറയണം. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് എഴുത് എന്ന് പറയണം. അങ്ങനെ നമ്മളുടെ സ്വാമി ഒരു ബുക്ക് എടുത്ത് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ വർഷം ഡേറ്റ് എല്ലാം എഴുതിയിട്ട് ഇങ്ങോട്ട് ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവർക്കൊരു ബുക്ക് കൊടുത്ത് സുധീഷ് അതിൽ എഴുതാൻ നിൽക്കുകയാണ്. സ്വാമി അപ്പോഴും പറയുന്നുണ്ട്, അങ്ങനെ എഴുതാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങളത് എഴുതിയാൽ മതി, ഞങ്ങളുടെ ഏട്ടന് നല്ലൊരു കല്യാണക്കാര്യം എന്നാൽ അതിന് ആ പെൺകുട്ടിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ജാതകമാണ് ഞങ്ങൾക്ക് വേണ്ടത്, അത് സാർ എഴുതിയാൽ മതി എന്ന് പറയുകയാണ്. ആ സമയത്ത് നമ്മളുടെ സ്വാമി പറയുന്നുണ്ട്, അതൊന്നും അങ്ങനെ എഴുതാൻ പറ്റത്തില്ലെന്ന് പറയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങളാണ്ട് എഴുതി വെച്ചാൽ മതി, നിങ്ങളിവിടെയുള്ള ആളുകളെ പറ്റിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്താലോ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും തന്നാൽ നിങ്ങളത് എഴുതി തരണോ, അങ്ങനെ ആളുകളെ പറ്റിക്കുകയാണെന്ന് ഞാൻ പറയട്ടെ എന്ന് പറയുന്നു. അപ്പോഴും സ്വാമി അറിയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, എനിക്കിതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് സമയം ചോദിച്ചിട്ട് വാ, എന്നിട്ട് അതിനനുസരിച്ച് ഞാൻ എഴുതാം എന്ന് പറയണം. അപ്പോഴും സുധീഷ് പറയുന്നുണ്ട്, അതൊന്നും പറ്റത്തില്ല, നല്ലൊരു ജാതകം പെട്ടെന്ന് എഴുതി തരും. സുധീഷിനോട് പറയുന്നുണ്ട്, എടാ വേണ്ട, നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ സുധീഷ് സമ്മതിക്കുന്നില്ല. സുധീഷ് പറയാണ്, ഞാൻ പറയുന്നത് പോലെ എഴുതിയാൽ മതി, നല്ല ജോലിയും നന്നായിട്ട് സമ്പാദിക്കാനും കഴിയും, അതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകും എന്നൊക്കെ എഴുതി വെച്ച് എനിക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിയെ ഭീഷണിപ്പെടുത്തുകയാണ് സുധീഷ്. അയാൾ പിന്നെയും പറയുന്നുണ്ട്, അങ്ങനെയൊന്നും എഴുതാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ സുധീഷ് പറയുകയാണ് ദേഷ്യത്തോടു കൂടി, നിങ്ങൾ ഒരു കള്ള സ്വാമിയാണെന്ന് ഞാൻ പുറത്ത് പോയി പറയാൻ പോകുകയാണ്, നിങ്ങൾ എഴുതിയതൊന്നും ഇതുവരെ നടന്നിട്ടില്ലെന്നും ഇയാൾ ഒരു ഒരു ഫ്രോഡാണെന്ന് ഞാൻ പുറത്ത് ചെന്ന് പറയാൻ പോകുകയാണെന്ന് പറയണം. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എടാ നീ മിണ്ടാതെ നിൽക്കുമെന്ന് പറയണേ. അതിന് സുധീഷിനെ മിണ്ടാതെ നിർത്തിയതിന് ശേഷം ഹരീഷ് സ്വാമിയോട് പറയുന്നുണ്ട്, സർ പ്ലീസ്, അവൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ് സർ, ഞങ്ങൾക്കൊരു നല്ലൊരു ജാതകം എഴുതാം, ഞങ്ങളുടെ ഏട്ടനക്ക് വേണ്ടിയിട്ടാണ്, ഒന്ന് കല്യാണം ശരിയാവാനും വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ ഏട്ടൻ്റെ വർഷം ഉപയോഗിച്ച് എഴുതിയാൽ മതി, സാറിന് നല്ല ജാതകം എഴുതിയാൽ മതി, സാറ് പറയുന്ന പണം ഞാൻ തരാമെന്ന് പറയാണ്. അപ്പോൾ സ്വാമി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, എന്താ നിങ്ങൾ ചിന്തിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും ഹരീഷ് പറയുന്നുണ്ട്, എടാ മിണ്ടാതെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിനെ അവിടെ പിടിച്ച് നിർത്തുകയാണ്. എന്നിട്ട് സ്വാമി ജാതകം എഴുതാൻ പോകും. ഇങ്ങനെ സ്വാമി അവർക്ക് ജാതകം എഴുതി കൊടുക്കും. എഴുതി കൊടുത്തതിന് ശേഷം സുധീഷ് ചോദിക്കും, നല്ല ജാതകമല്ലേ എഴുതിയത്, ഏട്ടനിക്ക് നന്നായിട്ട് സമ്പാദിക്കാൻ കഴിയും, അതുപോലെ ഏട്ടനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകും എന്നൊക്കെയല്ലേ എഴുതിയിരിക്കുന്നതെന്ന് ചോദിക്കും. ആ സമയത്ത് അദ്ദേഹം തലയാട്ടും. എന്താ നിങ്ങൾ തലയാട്ടുന്നത്? അപ്പോൾ ഹരീഷ് പറയും, അവർ പറഞ്ഞില്ലേ ആ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ സുധീഷ് ചോദിക്കും, എത്ര രൂപയാണെന്ന് ചോദിക്കും. അപ്പോൾ 2000 രൂപ എന്ന് പറയും. ആ 2000 രൂപയെ, അത് കുറച്ച് കൂടുതലല്ലേ എന്ന് പറയും. കുറച്ച് ഡിസ്കൗണ്ടൊക്കെ ആയിക്കൂടെ എന്ന് പറയും. അപ്പോൾ അവർ പറയും,
സ്വാമി പറയും നിങ്ങൾ കൊടുക്കുന്നത് കൊടുത്തിട്ട് പോ എന്ന് പറയും. ആ സമയത്ത് സുധീഷ് പറയും എങ്കിൽ ഞങ്ങൾ ക്യാഷ് തരുന്നില്ലെന്ന് പറയും. അപ്പോൾ ഹരീഷ് പറയും നീ പൈസ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കീശയിൽ നിന്നും പൈസ എടുക്കുമായിരിക്കും. എടുത്ത് എണ്ണുന്ന സമയത്ത് ഹരീഷിനോട് മെല്ലെ പറയും ഹരീഷ് 1000 കൊടുത്താൽ പോരെ എന്ന് പറയും. അപ്പോൾ ഹരീഷ് പറയും 2000 കൊടുക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ക്യാഷ് കൊടുത്ത് അവിടെ നിന്നും പോകും. പിന്നീട് കാണിക്കുന്നത് സുധീഷും അതുപോലെ നിധിയും നികേഷും വീടെല്ലാം വൃത്തിയാക്കുന്നതായിരിക്കും. ആ സമയത്ത് നികേഷ് വീട്ടിൽ കുറേ സ്പ്രേ അടിക്കുന്നുണ്ടാകും. അപ്പോൾ സുധീഷ് ചോദിക്കും എന്തിനാടാ ഇപ്പം തന്നെ ഈ സ്പ്രേ എല്ലാം അടിക്കുന്നത്, അവർ വരുന്ന സമയത്ത് അടിച്ചാൽ പോരെ എന്ന് പറയും. അപ്പോൾ നികേഷ് പറയും വേണ്ട ഇപ്പോൾ തന്നെ സ്മെല്ലുണ്ടായിക്കോട്ടെ, അവർ വരുമ്പോൾ പിന്നെയും അടിച്ചാൽ പോരെങ്കിൽ നീ എന്തെങ്കിലും കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അവിടെ നിന്നും പോകും. അതിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം സുധീഷ് നിധിയോട് ചെന്ന് പറയും സുഭാഷ് ഏട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നോ, പെണ്ണിൻ്റെ വീട്ടുകാർ വരുന്നത് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട് ഇല്ല പറഞ്ഞിട്ടില്ല, പറയാം സുഭാഷ് ഏട്ടൻ വന്നിട്ടെന്ന് പറയണേ. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട് ഏട്ടത്തി തന്നെ പറഞ്ഞാൽ മതി, ഏട്ടത്തി പറയുന്ന സമയത്ത് സുഭാഷ് ഏട്ടന് പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറയാണ്. ആ സമയത്ത് സുധീഷ് പറയും സുഭാഷ് ഏട്ടൻ്റെ അനിയത്തിയല്ലേ, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ലെന്ന് സുധീഷ് മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ നിധി പറയുന്നുണ്ട് ഏട്ടനിക്ക് നല്ല ഈ കാര്യം നല്ലതാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് പറയണം. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് നല്ലതാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, പക്ഷേ പെണ്ണിൻ്റെ വീട്ടുകാർ എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയത്തില്ലല്ലോ, ഏട്ടന് ഇഷ്ടപ്പെടണ്ടേ അവരെ എന്നൊക്കെ പറയണം. ഞാനതിന് കല്യാണം നടക്കണ്ട അല്ലല്ലോ എന്നല്ലല്ലോ പറഞ്ഞതെന്ന് നിധി പറയുകയാണ് സുധീഷിനോട്. അപ്പോൾ സുധീഷ് പറയും ഞാനെന്താ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിധി അവിടെ നിന്നും പോകുകയാണ്. പിന്നീട് ഹരീഷും സുഭാഷും ഇങ്ങനെ ബൈക്കിൽ വരുന്നുണ്ടാകും. ആ സമയത്ത് സുഭാഷ് ബൈക്കിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഹരീഷിനോട് ചോദിക്കും എന്താടാ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് അകത്തോട്ടേക്ക് വാ എന്ന് പറയണേ. ടെൻഷൻ അടിച്ചുകൊണ്ട് സുഭാഷ് അകത്തോട്ടേക്ക് വന്നിട്ട് നിധിയോടും നികേഷിനോടും സുധീഷിനോടും ചോദിക്കും എന്താടാ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല, പിന്നെ എന്താ ഹരീഷ് സൈറ്റിൽ വന്നിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നതെന്ന് പറയുകയാണ്. അപ്പോൾ നിധി ഇങ്ങനെ മെല്ലെ ഹരീഷിനോട് ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. സുഭാഷ് ഏട്ടാ ഇവിടെ ഒന്ന് വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെയർ എടുത്ത് അതിൽ സുഭാഷിനെ ഇരുത്തും. എന്നിട്ട് സുധീഷ് നിധിയോട് പറയും നിധി നീ പറയുക എന്ന് പറയും. അപ്പോൾ നിധി പറയും ഞാൻ പറയില്ലെന്ന് പറയും. അപ്പോൾ സുധീഷ് നികേഷിനോട് പറയും നീ പറയടാ എന്ന് പറയും. അപ്പോൾ നികേഷും പറയും ഞാൻ പറയില്ല എന്ന് പറയണേ. അപ്പോൾ സുഭാഷ് പറയും ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയും എന്താ കാര്യം എന്ന് പറയണേ. അപ്പോൾ നിധി പറയും സുഭാഷ് ഏട്ടൻ ഒരു പെണ്ണ് റെഡി ആയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ സുഭാഷ് ചോദിക്കും അപ്പോൾ പെൺകുട്ടിയെ കാണാൻ പോകാനും വേണ്ടിയിട്ടാണോ എന്നെ സൈറ്റിൽ വന്ന് വിളിച്ചു വന്നതെന്ന് ചോദിക്കും. ആ സമയത്ത് നിധി പറയും അല്ല സുഭാഷ് ഏട്ടനെ കാണാൻ നമ്മൾ അങ്ങോട്ടേക്ക് പോകണ്ട, പെൺകുട്ടിയുടെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് വരും, അവർ കുറച്ച് കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഭാഷ് ചോദിക്കും എന്താ മോളെ ഇവരെ കൂടി മോളും ഇങ്ങനെ ആയോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയുന്നുണ്ട് അതല്ല ഞാനാണ് ഇതിന് മുൻകൈ എടുത്തത്, ഞാനാണ് പെൺകുട്ടിയെ അന്വേഷിച്ചത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സുഭാഷ് പറയും എന്താ മോളെ, അപ്പോൾ പ്ലീസ് സുഭാഷ് ഏട്ടാ എന്ന് പറയുകയാണ്. നിധി പറയുന്നുണ്ട് അവർ വന്ന് കുറച്ച് സംസാരിച്ച് അവർ പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ നികേഷ് പറയും എന്നാൽ വാ സുഭാഷ് ഏട്ടാ ഞാൻ റെഡിയാക്കി തരാം, നമുക്ക് പൗഡർ പുതിയ ഡ്രസ്സൊക്കെ ഇടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിനെയും കൊണ്ട് അകത്തോട്ടേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് സുഭാഷ് പറയുന്നുണ്ട് അതൊന്നും വേണ്ട. സുധീഷ് പറയും നീ പോയി റെഡിയാക്കി കൊണ്ടുവാ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിനെയും നികേഷിനെയും സുധീഷ് അവിടെ നിന്നും പറഞ്ഞേക്കും. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഭാസ്കരൻ വരുന്നത്. ഭാസ്കരൻ വരുന്ന സമയത്ത് നിധി പറയുന്നുണ്ട് അച്ഛാ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഭാസ്കരൻ ചോദിക്കണേ എന്താണ് മോളെ പറയാനുള്ളത്. അപ്പോൾ നിധി പറയുന്നുണ്ട് ഇന്ന് സുഭാഷ് ഏട്ടനെ കാണാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ വരുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ നമ്മളുടെ സുധീഷ് പറയുന്നുണ്ട് എന്തിനാ അവരോട് അതൊക്കെ പറയാൻ നിൽക്കുന്നത്, കാരണം അവരൊരു അച്ഛനാണോ എന്ന് പറയണം. അപ്പോൾ നമ്മളുടെ നിധി പറയുന്നുണ്ട് സുധീഷ് ഒന്നും മിണ്ടാതെ നിൽക്ക്. അപ്പോൾ നിധി പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുകയാണ് പെണ്ണിൻ്റെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് വരിക, സാധാരണ പെണ്ണിനെ കാണാൻ അങ്ങോട്ടേക്കല്ലേ ചെക്കൻ്റെ വീട്ടുകാർ പോകുക.